സൃഷ്ടികളിൽ ഏറ്റവും വിലപ്പെട്ടത് മനുഷ്യ സൃഷ്ടിയാണ്. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള മനുഷ്യന്റെ കഴിവ് അതിവേഗം നശിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹം വെറും അഭിനയം മാത്രമാകും. നാളെയുടെ വാഗ്ദാനങ്ങളാകേണ്ട യുവത്വം തകർച്ചയുടെ പടുകുഴിയിലേക്ക് വഴിമാറുന്നു. കുടുംബ ബന്ധങ്ങൾ തകർന്നടിയുന്നു. കഥാരചന റാഫി ആൻഡ് അൽസറാഫി. എഡിറ്റിംഗ് അലീഷ് ആൻഡ് മെൽഫിൻ. അഭിനയിക്കുന്നവർ സുനിൽ, സോബിൻ, മെൽവിൻ, അലീഷ്, ജോളി, മെഫിൻ, റാഫി. സംവിധാനം റാഫി വടക്കേത്തല അവത്തുള്ളൻ. വിജയമാതാ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന രണ്ടാമത് നാടകം യുവത്വം ജ്വലിക്കട്ടെ. ഞാൻ ബാപ്പി 10-15 വർഷമായിട്ട് ഈ കല്ലറയിലാ എന്റെ പൊറുതി. ബാപ്പി തന്നെയല്ലാട്ടോ, വെമ്പർനോത്തി കൂടെ. പുള്ളിക്കാരത്തി വന്നിട്ട് 5 വർഷമേ ആയിട്ടു. പിള്ളേര് കാശ് മുടക്കി കല്ലറ വാങ്ങിയതുകൊണ്ട് ഞങ്ങൾ എന്നും ഒന്നിച്ച. ഏലിക്കുട്ടി, ഏലിക്കുട്ടി, എടി ഏലിക്കുട്ടി. എന്നതാ മനുഷ്യ കിടന്ന് ഒച്ച വെക്കുന്നേ? ഭൂമിയിലായിരുന്നപ്പോഴോ ഈ മനുഷ്യന് ഒരു സ്വൈര്യം തന്നിട്ടില്ല. എന്താ വിളിച്ചേ? ഏലിക്കുട്ടി, നമ്മുടെ കൊച്ചുമോൻ ഇവിടെ വന്നിട്ട് ഇന്നേക്ക് 4ാമത്തെ ദിവസാ. 18 വയസ്സല്ലേ അവനായിട്ടുള്ളൂ. എന്താ അവന് സംഭവിച്ചേ? എനിക്കറിയില്ല. നമ്മുടെ മകൻ തോമാസ് കുട്ടിയെ നമ്മൾ എത്ര നന്നായിട്ടാ വളർത്തിയത്. എന്തായാലും എന്താ അവന് സംഭവിച്ചെന്ന് നമുക്കൊന്ന് ചോദിക്കാടി. എനിക്ക് അവനെ കാണാൻ പറ്റില്ലേ ചായ, നിങ്ങൾ തന്നെ കണ്ടാ മതി. മോനായി, മോനായി.
മനസ്സിലായോ? ഞാൻ നിന്റെ അപ്പൂപ്പനാണടാ. ഞാൻ കണ്ടിട്ടുണ്ട് ചുമരിൽ തൂക്കിയ ഫോട്ടോയിൽ. അപ്പൂപ്പനെ പറ്റി കൂടുതലൊന്നും പറഞ്ഞു തരാൻ എന്റെ അപ്പനും അമ്മയ്ക്കും നേരമുണ്ടായിട്ടില്ല. എന്താ മോനായി പറയണേ? എന്നെ കുറിച്ചൊന്നും പറഞ്ഞു തരാൻ നിന്റെ അപ്പന് നേരമുണ്ടായില്ലെന്നോ? അപ്പനും അമ്മയും ഒന്നോ രണ്ടോ വാക്കിൽ ഒതുങ്ങുന്നതല്ല. എന്റെ അടുത്തിരിക്കാൻ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഒരു ഉമ്മ തരാൻ എന്റെ അപ്പനും അമ്മയ്ക്കും സാധിച്ചിട്ടില്ല. കൊള്ളാം. തോമസ് കുട്ടിയെ കുറിച്ച് തന്നെയാണോ ഞാൻ ഈ കേൾക്കണേ? ദൈവവിശ്വാസത്തിലും പരസ്പര സ്നേഹത്തിലും പങ്കുവയ്ക്കുന്ന മനോഭാവത്തിലൂടെയൊക്കെ ഞാൻ അവനെ പരിശീലിപ്പിച്ചതായിരുന്നല്ലോ. അപ്പൂപ്പന്റെ തലമുറയിൽ എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം അഭിനയം മാത്രമാകുന്നു. മൊബൈലും സീരിയലും മാതാപിതാക്കളെ വേട്ടയാടുന്നു. മക്കളെ ചേർത്ത് നിർത്തേണ്ട മാതാപിതാക്കൾ ഇങ്ങനെ തുടങ്ങിയാൽ? മോനായി, അപ്പൂപ്പ, എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അവനും എന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അവന്റെ മാതാപിതാക്കൾ ഗൾഫിൽ പണമുണ്ടാക്കുന്നു. എന്തിന്? ഞങ്ങൾക്ക് വേണ്ടത് സ്നേഹമാണ്, മാതാപിതാക്കളുടെ സംരക്ഷണമാണ്. എനിക്കത് ലഭിച്ചിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു. എന്റെ കൂട്ടുകാരൻ ഭൂമിയിൽ നശിച്ച് ജീവിക്കില്ലായിരുന്നു. ദൈവം തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല. ആരോ വരുന്നുണ്ടല്ലോ ഈ അസമയത്ത്. എന്റെ അലക്സ്, നിനക്ക് പേടിയുണ്ടോ? എടാ, രക്ഷപ്പെടണമെങ്കിൽ റിസ്ക് എടുക്കണം. നീ ആരെ കുറിച്ചാ ചിന്തിക്കണേന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ മോനതിനെ കുറിച്ചല്ലേ? അവൻ പോയി, നീ അത് വിട്. എടാ, അവൻ മരിച്ചിട്ട് 4 ദിവസമായിട്ടുള്ളൂ. നമ്മൾ ഈ ചെയ്യുന്ന എത്ര തെറ്റാണെന്ന് നിനക്കറിയോ? തെറ്റു ശരിയും ഒന്നും മിണ്ടാന്നോളാ. അബ്ദുലെവിടെയാ? അവൻ അവിടെ പേടിച്ച് നിൽക്കണ്ടാവും. എടാ, എനിക്ക് പേടിയാ. വേറെ പോവാടാ. നിനക്ക് ഈ ശാസ്ത്രം മാത്രമേ ഒന്ന് വന്നെന്റെ അളിയാ. ഇതെന്താ നിന്റെ പാന്റ് നനഞ്ഞിരിക്കുന്നത്? ഇതൊന്നും മിണ്ടാണ്ടിരുന്നടാ. ഇതെല്ലാം പോയി. അവിടെ ഓരോ പരിപാടികൾ ഉണ്ടാക്കി വെച്ചേക്കണു. നിങ്ങൾ പേടിക്കാതിരിക്കി. ഞാനില്ലേ, ഈ കാര്യം തീരുമാനിക്കാൻ ഇത്രയും സേഫായ സ്ഥലം വേറെ എവിടെയുള്ള? മരിച്ചവരെന്തായാലും എഴുന്നേറ്റ് വരില്ല. ഇവിടെ ആവുമ്പോ പോലീസിനെയും പേടിക്കണ്ട, നാട്ടുകാരെയും പേടിക്കണ്ട. അലക്സേ, ആ സാധനം എടുത്ത്. ഗിരി, സൂക്ഷിക്കണം. ലക്ഷങ്ങളുടെ മുതലാ. എടാ, പേടിത്തൂറ, ഇങ്ങോട്ട് നോക്ക്. ഈ സാധനം വിറ്റ് തീർത്താ പിന്നെ നമ്മളാരാ? നമ്മടെ 3 പേരും പ്രശ്നങ്ങള് സോൾവ് ആവില്ലേ? ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് കൊടുത്ത് അവസാനിപ്പിക്കാം. പറയുമ്പോ സിമ്പിളാ, പക്ഷെ ഇതെവിടെ കൊണ്ട് കൊടുക്കും ഇത്ര അധികം? എടാ, കോളേജ്, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെ പിന്നെ എന്തിനാ? നമ്മള് ഈ 3 വഴിക്ക് നീങ്ങും, അത്ര തന്നെ. എന്നിട്ടൊരു സൗണ്ട് കേൾക്കുന്നത്. എന്റെ മുട്ട് കൂട്ടിട്ടുള്ള സൗണ്ട് എന്റെ പൊന്നു മോനെ. നിങ്ങളിരുന്ന് പുതിയേക്ക്. എടാ, പ്രേതം പ്രേതം. ഇവന്മാരെ കൊണ്ട് തോറ്റല്ലോ. ഒന്ന് പേടിക്കാതിരിക്കടാ. ഞാൻ പറഞ്ഞില്ല പ്രേതാന്ന്. ദേ ഒരു വെള്ള ഡ്രസ്. ഇനി ബാക്കിയുള്ള ബോധം പോണ്ട. ഞാൻ പ്രേതമൊന്നുമല്ല. ഈ പള്ളിയിലത്തെ അച്ഛനാണ് മക്കളെ. എന്താണ് ഇവിടെ പണി? രാത്രിയില് വേഗം പറഞ്ഞു. അച്ഛാ, ഞങ്ങള് ഞങ്ങളുടെ കൂട്ടുകാരനെ കാണാൻ വന്ന. ഈ പാതിരാത്രിയില് ബെസ്റ്റ് കോമഡിയാണ്. ഞാൻ പോലീസിനെ വിളിക്കണോ? ഇവന്റെ ബോധം വീണ്ടും പോയി. ഇവനെ ആദ്യം എണീപ്പിക്കും. എഴുന്നേക്കടാ, എഴുന്നേക്ക്. അച്ഛൻ എഴുന്നേക്ക്. ഇനി കാര്യങ്ങൾ വേഗം സ്പീഡിലാക്കിക്കോ.
പറയും കാര്യങ്ങൾ പറയേ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെന്തുണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അച്ഛാ, ഞങ്ങള് പോരട്ടെ. അച്ഛാ, ഞങ്ങള് മയക്കുമരുന്ന് കച്ചവടക്കാര് കഴിഞ്ഞിട്ട് കണ്ണികളാ. ഞങ്ങള് പെട്ടുപോയച്ചാ. ഞങ്ങളുടെ ദൂർത്തും അതിമോഹമാണ് അച്ഛാ ഞങ്ങൾ ഇങ്ങനെ ആക്കിയത്. നിനക്കൊന്നും പറയില്ലടാ. ഒന്നുമില്ല അച്ഛാ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തന്നാ മതി. ഞാൻ നിങ്ങളെ രക്ഷിക്കാം. അതിനു പകരമായി എനിക്ക് നിങ്ങൾ ഒരു കാര്യം സാധിച്ചു തരണം. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞങ്ങളത് ചെയ്തോളാം. നിങ്ങൾക്കറിയാമോ, മരിച്ചുപോയി മോനായി നിങ്ങൾക്കൊരു സുഹൃത്താണ്. എനിക്ക് ഈ ദേവാലയത്തിലെ ഒരു ഇടവകവും. നഷ്ടം നമ്മളെക്കാൾ കൂടുതൽ അവന്റെ മാതാപിതാക്കൾക്കാണ്. അവനൊറ്റ മകനാ. ഇനി ആരുണ്ട് അവർക്ക്? അനാഥരുടെ പട്ടികയിലേക്ക് അവർ ഉയർന്നില്ലേ? അച്ഛാ, ഞങ്ങൾ ഉറപ്പു തരുന്നു, ഞങ്ങളിനി ലഹരിക്കെതിരെയും മദ്യത്തിനെതിരെയും പ്രതികരിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ടാക്കും. ഒരു ശക്തിയായി ഞങ്ങൾ മാറും. അച്ഛൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം. ഞാനൊപ്പമുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നീതിക്ക് വേണ്ടി പൊരുതാൻ നിങ്ങൾ തീരുമാനിച്ചാൽ സത്യം നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കും. വാ മക്കളെ. മിസ്റ്റർ ഗിരീഷ് വിൽക്കാൻ ഏൽപ്പിച്ച സാധനം വിറ്റ് തീർത്തോ? സാധനം വിറ്റ് തീർന്നിട്ടുണ്ട്. പക്ഷേ പണം വാങ്ങാൻ നീ സ്റ്റേഷനിൽ ഒന്ന് വരണം. എന്താ, വരാൻ പറ്റില്ലേ? നിങ്ങൾ ആരാണ്? CI ബാബുരാജ്. ഇനി ഇവരിൽ നിന്നും നിങ്ങൾക്കൊരു ശല്യവും ഉണ്ടാകുകയില്ല. വാ മക്കളെ. നാടിനെ തകർക്കുന്ന, യുവത്വത്തെ നശിപ്പിക്കുന്ന, കുടുംബ ബന്ധങ്ങളെ തരിപ്പണമാക്കുന്ന ഈ വിഷവിത്ത് നമുക്ക് കത്തിച്ച് ചാമ്പലാക്കാം. ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ. എന്നാലും എന്റെ തോമസ് കുട്ടിക്ക് ഇനി ആരുണ്ട്? അപ്പൂപ്പൻ എന്തിനാ വിഷമിക്കുന്നത്? കേൾക്കുന്നില്ലേ എന്റെ കൂട്ടുകാരുടെ ശബ്ദം? ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ. ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ. ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണിയത്, തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയത്. ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണിയത്, തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയത്. ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ. ലഹരി തിന്ന് മരണവക്കിലെത്തിയത്ര കൂട്ടുകാർ, ജീവൻ നൽകി പോരടിക്കും അവരെ മോചനത്തിനായി. ലഹരി തിന്ന് മരണവക്കിലെത്തിയത്ര കൂട്ടുകാർ, ജീവൻ നൽകി പോരടിക്കും അവരെ മോചനത്തിനായി. ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ. ലഹരി തീർത്ത കണ്ണുനീരിൽ കഴിയും രക്ഷിതാക്കളെ